ക്രിമിനൽ കേസുകളിൽ പ്രതികളായ എസ്എഫ്ഐ നേതാക്കൾ കേരള ആരോഗ്യ സർവകലാശാലകളുടെ പൊതുപരിപാടികളിൽ ഭാരവാഹിത്വം വഹിക്കേണ്ട എന്ന് വി.സി. മോഹനൻ കുന്നുമ്മൽ. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എസ്എഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം.എ. നന്ദനെ ജനറൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് വൈസ് ചാൻസലർ നീക്കി. എസ്എഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം.എ. നന്ദനെയാണ് സൗത്ത് സോൺ കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ സ്ഥാനത്ത് നിന്നും വി.സി. ഒഴിവാക്കിയത്. ക്രിമിനൽ കേസ് പ്രതിയാണ് നന്ദൻ എന്ന് വി.സി. ചൂണ്ടിക്കാട്ടി. മാറ്റിയില്ലെങ്കിൽ കലോത്സവത്തിനുള്ള യൂണിയൻ ഫണ്ട് അനുവദിക്കില്ലെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയല്ലാത്ത വ്യക്തി സ്വാഗത സംഘത്തിൽ ഇടം പിടിച്ചത് നേരത്തെ വിവാദമായിരുന്നു. എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറിയെ സ്വാഗത സംഘം ജനറൽ കൺവീനറാക്കിയത് അഴിമതി നടത്താനാണെന്ന് ABVP ആരോപിച്ചിരുന്നു. വി.സിയുടെ നടപടി സ്വാഗതം ചെയ്യുന്നതായി ABVP നേതൃത്വം പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ യൂണിയൻ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത സംഘത്തിൽ എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയെ സ്വാഗത സംഘം ജനറൽ കൺവീനറാക്കിയത് ABVP ശക്തമായി എതിർത്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കേരള സർവകലാശാലയുടെ കലോത്സവം അലങ്കോലപ്പെടുത്തിയതിൽ എസ്എഫ്ഐയുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയെ ഒരു ആരോഗ്യ സർവകലാശാല വിദ്യാർത്ഥി അല്ലാഞ്ഞിട്ട് പോലും സർവകലാശാല യൂണിയൻ ആരോഗ്യ സർവകലാശാലയുടെ യൂണിയൻ കലോത്സവത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന യൂണിയൻ കലോത്സവത്തിൻ്റെ സ്വാഗത സംഘം ജനറൽ കൺവീനറായിട്ട് നിശ്ചയിച്ചു. അതിനെ ABVP ശക്തമായി എതിർക്കുകയും ഈ വിഷയം ABVP വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള അധികാരികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹത്തെ ആ ജനറൽ കൺവീനറിൽ നിന്ന് മാറ്റണം എന്നുള്ള സർവകലാശാലയുടെ നിലപാട് അത് ABVP സ്വാഗതം ചെയ്തു. എസ്എഫ്ഐ നേതാവിന് പകരം ആരോഗ്യ സർവകലാശാല യൂണിയൻ ചെയർമാനെ ജനറൽ കൺവീനറായി നിയമിച്ചു. തിരുവനന്തപുരത്ത് ഈ മാസം 3 സോണുകളിലായാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.